ലൂസിഫർ എന്ന സിനിമ ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് പൃഥ്വി അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞത് എന്താണ്? അത് തന്നെ എമ്പുരാൻ വരുമ്പോഴും ഈ സെയിം ഇതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ പ്രീക്വൽ സീക്വലൊക്കെയാണ്. അപ്പോഴും എമ്പുരാനെ പറ്റിയും പൃഥ്വിരാജ് ആദ്യമായിട്ട് പറഞ്ഞത് എന്തായിരിക്കും? ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാഹുബലി ഇൻ മലയാളം എന്ന് ചിന്തിക്കേണ്ട ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. ലൂസിഫർ എമ്പുരാനോ? ലൂസിഫർ. ഓക്കെ. സോ നമുക്ക് എത്രമാത്രം അത് കൺവിൻസിങ് ആണെന്ന് ആ സമയത്ത് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വേറൊരു ടൈപ്പ് സിനിമ, ഇത് വേറൊരു ടൈപ്പ് സിനിമ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്നുള്ള സാധനമൊക്കെ. സോ തിരിച്ച് നമ്മൾ എമ്പുരാനിലേക്ക് ഞാൻ വരേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഷൻ ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് ദാറ്റ് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു സിനിമ ഒരു ബിയോണ്ട് 100 crore വാട്ട് എവർ എമൗണ്ട് ഇറ്റ് ഈസ് എന്ന് നമുക്ക് അതിനോട് അവകാശവാദങ്ങളൊന്നുമില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഹ്യൂമൻഗസ് എമൗണ്ട് ഓഫ് ബഡ്ജറ്റുള്ള സിനിമയാണിത്, പല രാജ്യത്തും പോയി ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിനിമ ഇപ്പം ബോളിവുഡിൽ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 500-600 crore ഈസിക്കൽ ടു നമ്മുടെ ഇവിടുത്തെ ഒരു 100+ crore എന്ന് വേണം നമ്മൾ വിചാരിക്കാം. ബിക്കോസ് നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 times or 7 times വലുതാണ് അവരുടെ മാർക്കറ്റ്. നമുക്കൊരു 1000 തിയേറ്റേഴ്സ് മാക്സിമം ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ല ഒരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ അവിടെ 7,000-8,000 തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ വേണം അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ അന്നത്തെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതൊരു ചെറിയ തള്ളായിട്ട് തോന്നിയെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിലപ്പോൾ വിചാരിച്ചെങ്കിലും, ആക്ച്വലി സ്പീക്കിംഗ് അതൊരു ഭയങ്കര വിഷനാണ്. 5 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ 2ാം ഭാഗം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സ്കെയിലും, അല്ലെങ്കിൽ ഇതിൻ്റെ 3rd പാർട്ട് സംഭവിക്കുന്ന സമയത്താണ് ഇതിൻ്റെ എഗെയിൻ അടുത്തൊരു വേർഷൻ പുറത്ത് വരുന്നതെന്നും. അപ്പം ആ ട്രാവലിന് അത്രയും വർഷം മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ടാണ് അദ്ദേഹം പൃഥ്വിരാജായത് ചിലപ്പോൾ.